നമസ്കാരം. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളിലെ സ്വപ്ന പദ്ധതിയാണ് രാജ്യത്തിന് സ്വന്തമായൊരു ബഹിരാകാശ നിലയം എന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. ഇതോടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുക്കുകയാണ്. 5 മൊഡ്യൂളുകളുള്ള ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ 2028ഓടെ വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. തുടർന്ന് 2035ഓടെ ബഹിരാകാശ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. ഒരു രാജ്യം സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും വളരെ ശ്രമകരവും പണച്ചെലവുള്ളതുമായ കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഔദ്യോഗികമായി ലഭിച്ചതോടെ 2028ൽ നിലയത്തിന്റെ ആദ്യത്തെ മൊഡ്യൂൾ വിക്ഷേപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ISROയുടെ ഭാഗമായ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ നിലേഷ് എം ദേശായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണങ്ങൾക്ക് കൂടി വിനിയോഗപ്പെടുത്തും വിധമാകും ഭാരതീയ ബഹിരാകാശ കേന്ദ്രം സജ്ജമാക്കുക. 2040ൽ ഇന്ത്യക്കാരെ ചന്ദ്രനിലിറക്കാനുള്ള ലക്ഷ്യവും ഇന്ത്യക്കുണ്ട്. ഇത്തരത്തിൽ ചന്ദ്രനിലേക്കുള്ള യാത്രകൾക്കിടെയുള്ള ട്രാൻസിറ്റ് സ്റ്റേഷനായി ബഹിരാകാശ നിലയം പ്രവർത്തിക്കുമെന്നും നിലേഷ് ദേശായി വിശദീകരിക്കുന്നു. നിലവിൽ ആഗോളതലത്തിൽ ആകെ 2 ബഹിരാകാശ നിലയങ്ങളാണുള്ളത്. അതിലൊന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ISS ആണ്. മറ്റൊന്ന് ചൈനയുടെ ബഹിരാകാശ നിലയമാണ്. താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാകുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998ലാണ് ഈ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെയും മറ്റ് 11 യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബഹിരാകാശ സംഘടനകളുടെ സംയുക്ത പദ്ധതിയാണ് നിലവിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഈ ബഹിരാകാശ നിലയത്തിനായുള്ള പദ്ധതിക്ക് അമേരിക്കയുടെ നാസയാണ് നേതൃത്വം നൽകിയത്. റഷ്യയുടെ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഈ നിലയത്തിന്റെ ഭാഗങ്ങൾ ബഹിരാകാശത്തെത്തിച്ചത്. ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകുന്ന ഈ നിലയം 330 കിലോമീറ്ററിനും 435 കിലോമീറ്ററിനും ഇടയിൽ ഉയരത്തിലായുള്ള ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ ബഹിരാകാശ നിലയം സെക്കൻഡിൽ ശരാശരി 7.66 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 92.69 മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റിവരുന്നു. ഇങ്ങനെ ഒരു ദിവസം 15.54 തവണ ഇത് ഭൂമിയെ വലം വെക്കുന്നുണ്ട്. ഏകദേശം 4,19,455 കിലോഗ്രാം ഭാരമുള്ള ഈ നിലയത്തിന്റെ നീളം 72.8 മീറ്ററും വീതി 108.5 മീറ്ററുമാണ്. ഇതിലെ താമസയോഗ്യമായ സ്ഥലത്തിന്റെ വ്യാപ്തി 935 ഘനമീറ്ററാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 16 മൊഡ്യൂളുകളാണുള്ളത്. ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്ന ഭാരതീയ ബഹിരാകാശ നിലയത്തിന് 5 മൊഡ്യൂളുകളാകും ഉണ്ടാവുക. നിലവിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ 2030ഓടെ അവസാനിക്കും. 2031 ജനുവരിയിൽ ISSനെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്താക്കാനും സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകും. ചൈനയുടെ ബഹിരാകാശ നിലയത്തെ ടിയാങ്കോങ് എന്നാണ് വിളിക്കുന്നത്. ചൈനീസ് ഭാഷയിൽ ഈ പദത്തിന്റെ അർത്ഥം ആകാശ കൊട്ടാരം എന്നാണ്. 340 മുതൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഒരു മോഡുലാർ ബഹിരാകാശ നിലയമാണ് ചൈനയുടേത്. ചൈന മാൻഡ് സ്പേസ് ഏജൻസിയാണ് ഈ ബഹിരാകാശ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ 2021 ഏപ്രിൽ 29നാണ് സമാരംഭിച്ചത്. തുടർന്ന് 2022 ജൂലൈ 24ന് വെന്റിയൻ മൊഡ്യൂൾ പ്രവർത്തനം ആരംഭിച്ചു. അതേ വർഷം തന്നെ ഒക്ടോബർ 31ന് മെങ്ഷ്യൻ മൊഡ്യൂളും സമാരംഭിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ 1/3 വലിപ്പമാണ് ടിയാങ്കോങ്ങിനുള്ളത്. ഇതിലെ പരമാവധി ക്രൂ വലിപ്പം 6 ആണ്. നിലവിൽ 3 ക്രൂ ആണ് ഇതിലുള്ളത്. ഈ ബഹിരാകാശ നിലയത്തിലെ പരീക്ഷണങ്ങളിൽ ബഹിരാകാശ യാത്രികരുടെ എല്ലുകളിലും പേശികളിലും നാഡീകോശങ്ങളിലും മൈക്രോഗ്രാവിറ്റിയുടെ ഫലങ്ങളെക്കുറിച്ചുള്ള പഠനവും ഉൾപ്പെടുന്നുണ്ട്. പുതിയ മൊഡ്യൂളുകളും ബഹിരാകാശ വാഹനങ്ങളും ഉപയോഗിച്ച് ടിയാങ്കോങ് ബഹിരാകാശ സ്റ്റേഷന്റെ ശേഷി വികസിപ്പിക്കാൻ ചൈന പദ്ധതിയിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലെയും ചൈനയുടെയും ബഹിരാകാശ നിലയങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി സഫലമാകാനൊരുങ്ങുന്നത്. രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വിജയപഥത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ മുതൽ മുടക്കിൽ വൻ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്ന ഇന്ത്യയുടെ ഓരോ ബഹിരാകാശ പദ്ധതികളെയും ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. അടുത്തിടെ BBC പോലും ഇന്ത്യയുടെ ഈ ബഹിരാകാശ നേട്ടങ്ങളെ പ്രശംസിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇനിയും ഒട്ടനേകം ബഹിരാകാശ ദൗത്യപടവുകൾ കയറാനുള്ള ശ്രമങ്ങളിലാണ് ISRO. ഇന്ത്യക്കാരെ ബഹിരാകാശത്തിലെത്തിക്കാൻ ആവിഷ്കരിച്ചിരിക്കുന്ന ഗഗൻയാൻ പദ്ധതിയുടെ പ്രവർത്തന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം കാലതാമസമില്ലാതെ സാധ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഇതുകൂടാതെ ഭൂമിയുടെ ഇരട്ട എന്ന വിളിപ്പേരുള്ള ശുക്രനിലേക്കും ഇന്ത്യയുടെ ഓർബിറ്റൽ മിഷൻ അയക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശുക്രനെ ഭ്രമണം ചെയ്ത് ആ ഗ്രഹത്തെ സംബന്ധിച്ച വിവരശേഖരണത്തിനായുള്ള ശുക്രയാൻ 1 പദ്ധതിയും രാജ്യത്തിന്റെ മറ്റൊരു സുപ്രധാന ദൗത്യമാണ്. ഈ പദ്ധതിക്കും കേന്ദ്രാനുമതി ലഭിച്ചു കഴിഞ്ഞു. 2028 ഈ പദ്ധതിയുടെ വിക്ഷേപണം സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയെ പോലെ തന്നെയുള്ള ഗ്രഹമായ ശുക്രൻ ഭൂമി രൂപം കൊണ്ട അതേ സാഹചര്യത്തിലാണ് രൂപം കൊണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരിക്കൽ വാസയോഗ്യമായ സാഹചര്യമായിരുന്നു ശുക്രനിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേസമയം ശുക്രനെ പറ്റിയുള്ള അധികം വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിട്ടില്ല. ശുക്രനിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറ്റങ്ങൾക്ക് വിധേയമായതെന്ന് കണ്ടെത്തുകയാണ് ശുക്രയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. മാത്രവുമല്ല, കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രഹാന്തര ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകളും ഇന്ത്യയുടെ ഈ ദൗത്യം വഴി നടപ്പിലാക്കാനാകും. ഈ ദൗത്യ നിർവഹണങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ ചിരകാല അഭിലാഷമായ ഭാരതീയ ബഹിരാകാശ നിലയം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് വാനോളം ഉയരും. വാർത്തയുടെ നിറം തേടി തനിനിറം.